ഈ കുർബാന തർക്കമാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിവാദ വിഷയം. രാവിലെ തന്നെ അതിൽ ഒരുപാട് അപ്ഡേഷൻസ് വരുന്നു. അതായത് ഈ കുർബാന തർക്കം പരിഹാരത്തിന് പുതിയ ഉത്തരവ് സിറോ മലബാർ സഭ പുറത്തിറക്കിയിരുന്നു. ജൂലൈ 3 മുതൽ എല്ലാ പള്ളികളിലും ഏകീകൃത കുർബാന അർപ്പിക്കണമെന്നാണ് ഉത്തരവില് ഉള്ളത്. അതായത് ആ ഉത്തരവ് ഇളവ് നൽകുകയാണ്. ജൂലൈ 3 ശേഷം എല്ലാ ഞായറാഴ്ചകളിലും ഒരു കുർബാനയെങ്കിലും ഏകീകരണ രീതിയിൽ അർപ്പിക്കണം എന്നുള്ളതാണ്. പ്രധാനപ്പെട്ട ദിവസങ്ങളിലും തിരുനാളുകളിലും ഏകീകരണ കുർബാന വേണം. പുതിയ ഉത്തരവ് പാലിക്കാത്തവർക്കെതിരെ അച്ചടക്ക നടപടി ഉണ്ടാകും എന്നുള്ളതൊക്കെ കഴിഞ്ഞ ദിവസം ചേർന്ന സിനഡിൽ ആണ് ഈ പ്രശ്നപരിഹാരത്തിന് പുതിയ ഫോർമുല മുന്നോട്ട് വെച്ചത്. ഡാനി പോൾ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ഡാനി, ഗുഡ് മോർണിംഗ്. എന്താണെങ്കിലും ഈ പ്രശ്നം അത് പരിഹരിക്കപ്പെടാതെ നീങ്ങുകയാണ്. ഈ ഇളവ് നൽകാനുള്ള തീരുമാനത്തോട് അൽമയർ അല്ലെങ്കിൽ അൽമയറിന്റെ സമിതി എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അത് അംഗീകരിക്കുന്നുണ്ടോ? ഗുഡ് മോർണിംഗ്. സിറോ മലബാർ സഭയുടെ സിനഡാനന്തര സർക്കുലർ അത് ഇന്നലെ രാത്രി വളരെ വൈകിയാണ് അത് പുറത്തേക്ക് വരുന്നത്. അതിൽ നിർദ്ദേശിക്കുന്ന പ്രകാരം ഒരു ഇളവുകൾ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് പ്രത്യേകിച്ച് നൽകുന്നുണ്ട്. കാരണം ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന രീതിയിൽ തന്നെ ആ സിനഡ് നിന്നിരുന്നു. ഏകീകരിച്ച കുർബാന മാത്രമേ അർപ്പിക്കാൻ കഴിയൂ. അതല്ലാത്ത പക്ഷം വലിയ നടപടികളിലേക്ക് നീങ്ങുമെന്നത് അടക്കമുള്ള മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു. പക്ഷേ ഇന്നലെ വന്ന സിനഡാനന്തര സർക്കുലർ കുറച്ച് ഇളവുകൾ അനുവദിക്കുന്ന രീതിയിൽ, കാരണം നേരത്തെയും ബിഷപ്പുമാരടക്കം എറണാകുളം ജില്ലയിൽ നിന്നുള്ള ബിഷപ്പുമാരടക്കം ഇങ്ങനെ കർശനമായി ഇത് നടപ്പാക്കേണ്ടതില്ല, അങ്ങനെ നടപ്പാക്കാൻ കഴിയില്ല എന്നെല്ലാം തന്നെ ഓർമ്മിച്ചു. ഇത് സഭയുടെ ഒരു പഴയ കാലത്തുണ്ടായിരുന്ന ഒരു പിടിവാശിയാണ് ഓർമ്മിപ്പിക്കുന്നത് അടക്കമുള്ള സൂചനകൾ ആ കത്തിലുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഇന്നലെ ഒരു ഇളവുകൾ അനുവദിച്ചത്. അതായത് ഈ കുർബാനാക്രമവുമായി നിലവിലുള്ള എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അർപ്പിക്കുന്ന ജനാഭിമുഖ കുർബാനയുമായി മുന്നോട്ട് പോകാമെങ്കിൽ കൂടിയും അതിനൊരു നിശ്ചിത കാലസമയമാണ് നൽകുന്നത്. അതുമാത്രവുമല്ല, ആഴ്ചയിൽ ഒരിക്കൽ ഞായറാഴ്ചകളിൽ ഒരു കുർബാന അർപ്പിക്കുന്ന കുർബാനകളിൽ ഒന്ന് അത് ഏകീകരിച്ച കുർബാനയാകണം. വിശേഷ ദിവസങ്ങളിൽ അത് ഈ കുർബാന കൊണ്ടുവരണം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടായി. ഇത് സംബന്ധിച്ച് വിശ്വാസി സമൂഹത്തിൻ്റെ പ്രത്യേകിച്ച് അൽമായ മുന്നേറ്റത്തിൻ്റെയും അതോടൊപ്പം തന്നെ വൈദികരുടെയും ഒന്നും ഔദ്യോഗികമായ ഒരു പ്രതികരണം ഇതുവരെയും പുറത്തേക്ക് വന്നിട്ടില്ല. പക്ഷേ എങ്കിലും അനൗദ്യോഗികമായി അറിയാൻ കഴിയുന്നത് ഇതിനെയും അവർ എതിർക്കുന്നു എന്നതാണ് ഒടുവിൽ അറിയാനായിട്ട് സാധിക്കുന്നത്. കാരണം തങ്ങൾ ഉന്നയിച്ച പല കാര്യങ്ങളിലും ചർച്ച നടത്താതെ ഈ കുർബാനയിൽ മാത്രമായി ചർച്ചകൾ ഒതുങ്ങിപ്പോയി എന്നത് അവർ പറയുന്നു. എങ്കിൽ മറ്റു വിഷയങ്ങളിലും തീരുമാനങ്ങൾ ഉണ്ടാകണമെങ്കിൽ മാത്രമേ ഈ ഒരു വിഷയത്തിൽ സമവായമാകുകയുള്ളൂ. മാത്രവുമല്ല, ഇതിൽ ഒരു പുതുതായ ഒരു നിർദ്ദേശവുമില്ല. നേരത്തെയും പറഞ്ഞിരുന്ന കാര്യങ്ങൾ മാത്രമാണ്. ഈ കുർബാന ആഴ്ചയിലൊന്ന് ഞായറാഴ്ചയിൽ അത് ഒരു കുർബാന അർപ്പിക്കാമെന്നൊരു നിർദ്ദേശങ്ങളെല്ലാം നേരത്തെ തന്നെ ഉണ്ടായിരുന്ന ആ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതുകൊണ്ട് ആ സിനഡിൽ നിന്ന് പുതുതായി ഒന്നും തന്നെയും വന്നിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായ ഒരു പ്രതികരണത്തിലേക്ക് ഇതുവരെയും വന്നിട്ടില്ല. കാരണം ഇന്നലെ രാത്രിയാണ് ആ സിനഡിൻ്റെ സർക്കുലർ വരികയും അതോടൊപ്പം തന്നെ ഇന്ന് പുലർച്ചയിലേക്ക് വരുമ്പോൾ അവരുടെ പ്രതികരണങ്ങൾ ലഭ്യമാകുന്നതേയുള്ളൂ. എങ്കിലും നമ്മൾ അന്വേഷിച്ചതിൽ നിന്ന് അവരോട് ചോദിച്ച് മനസ്സിലാക്കിയിരുന്ന സ്വാഭാവികമായും ഔദ്യോഗികമായ പ്രതികരണം വൈകാതെ തന്നെ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. അത് ഈ സിനഡിന് ഈ തീരുമാനങ്ങൾക്ക് പ്രതികൂലമാകും എന്ന് തന്നെയാണ് ഇപ്പോഴുള്ളൊരു സൂചനകൾ. ആ സർക്കുലറിനെ തള്ളിക്കൊണ്ട് തന്നെ ഒരു പ്രതികരണത്തിലേക്ക് വരാനുള്ളൊരു സാധ്യതയാണ് നിലവിൽ ഉള്ളത്. ഈ ഒരു ഉപാധിയും സമ്മതിക്കില്ല എന്ന രീതിയിൽ തന്നെ പറയുന്നു. മറ്റു പല വിഷയങ്ങളും ഉന്നയിച്ചിരുന്നു. അതൊന്നും ചർച്ച ചെയ്യാത്തതിലെ ഒരു പ്രതിഷേധമായി ഇത് ഇപ്പോൾ വന്നിരിക്കുന്ന നിർദ്ദേശങ്ങൾ അത് ഉൾക്കൊള്ളാൻ കഴിയുകയില്ല എന്നൊരു നിലപാടിലേക്ക് അവർ എത്തുന്നു എന്നതാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. പ്രതികരണം വരണം. അതായത് ഈ പുതിയ ഇളവ് എന്നുള്ള നിർദ്ദേശവും തള്ളി എന്നുള്ളതിന്റെ അർത്ഥം ഇത് ഒരുപാട് നാളുകളായി നീണ്ട പ്രശ്നമാണ്. ഈ വത്തിക്കാൻ ഉൾപ്പെടെ ഇടപെടുന്നു, വത്തിക്കാൻ പ്രതിനിധി വരുന്നു, സമവായ ചർച്ചകൾ നടത്തുന്നു, അവിടെ ഒന്നും വഴങ്ങാതിരുന്നു. ഏറ്റവും ഒടുവിൽ സഭ ഔദ്യോഗിക നേതൃത്വം ഒരു ഇളവ് നൽകുകയാണ്. ഏകീകൃത കുർബാന ആഴ്ചയിൽ ഒരിക്കൽ മതി എന്നുള്ള ഇളവ്. ആ ഇളവും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള കർശന നിലപാടിലേക്ക് പോകുമ്പോൾ അതിൻ്റെ അർത്ഥം ഈ ഒരു തരത്തിലുള്ള സമവായത്തിനും തയ്യാറല്ല എന്നുള്ളതാണ്. ഇതിൽ ഇനി എന്ത് എന്നൊരു വലിയ ചോദ്യം ബാക്കിയുണ്ട്. കാരണം വിട്ടുവീഴ്ചകളില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് ഇത് സാധിക്കുകയില്ല.
അപ്പോൾ ഈ ഔദ്യോഗിക നേതൃത്വം ഈ രീതിയിലേക്ക് തങ്ങളൊരു നിലപാട് പറയുന്നു. കാരണം ഇങ്ങനെ അനുവർത്തിച്ചിരുന്നൊരു കുർബാന അവിടേക്ക് ഒരു കുർബാന മാത്രം ചൊല്ലുക എന്നൊരു നിർദ്ദേശം വരുന്നു. അതൊരു വിട്ടുവീഴ്ച തന്നെയാണ്, അതൊരു ഇളവ് തന്നെയാണ്, അതിനങ്ങനെ കാണാൻ കഴിയും. പക്ഷേ അതും അംഗീകരിക്കില്ല എന്ന രീതിയിലേക്കാണ് പ്രതികരണം. ഇപ്പോൾ അനൗദ്യോഗികമാണ്, ഒന്നുകൂടി സൂചിപ്പിക്കുന്നു. ആ രീതിയിലേക്ക് വരുമ്പോൾ അത് ഔദ്യോഗികമാകും അല്പസമയം കഴിയുമ്പോൾ എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇത് ഇനി എന്ത് എന്നുള്ളത് തന്നെയാണ് വലിയ വിഷയം. ഇനി ഏത് രീതിയിൽ ആർക്ക് ഇടപെട്ട പരിഹരിക്കാൻ കഴിയുമെന്നത് വലിയ ചോദ്യം തന്നെയാണ്. ഇത് മുന്നോട്ട് എങ്ങനെ പോകും? ഒപ്പം തന്നെയും മറുഭാഗത്ത് ഔദ്യോഗിക പക്ഷത്തെ അംഗീകരിക്കുന്ന വിശ്വാസികളും വലിയ എതിർപ്പ് ഇപ്പോൾ തന്നെ പ്രകടിപ്പിക്കുന്നുണ്ട്. കാരണം ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ കുർബാന ഏകീകരണം നടപ്പാക്കണമെന്ന് അവർ ആവശ്യപ്പെടുന്നു. ആദ്യകാലങ്ങളിൽ അതൊരു ചെറിയ ശബ്ദമായിരുന്നെങ്കിൽ ഇപ്പോൾ അത് കൂട്ടായ്മകളെ എല്ലാം തന്നെ മാറുന്നുമുണ്ട്, പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത് മുന്നോട്ട് പോകവേ വലിയ രീതിയിലേക്കുള്ള ഒരു ഇടപെടൽ ഇക്കാര്യങ്ങളിൽ വേണ്ടിവരും. മാർപ്പാപ്പയുടെ പ്രതിനിധിയായ എറണാകുളം അങ്കമാലി അതിരൂപതയിലുള്ള ബിഷപ്പ് ആർച്ച് ബിഷപ്പ് സെറിൽ വാസലടക്കം ഒരുപക്ഷെ വൈകാതെ ഇവിടേക്ക് എത്തിയേക്കുമെന്ന സൂചനകളും വളരെ സജീവമായി നിലനിൽക്കുന്നുണ്ട്. അതിൽ എങ്കിൽ പിന്നെ എന്ത് നടപടികളിലേക്ക് പോകുമെന്നതാണ്. എന്തായാലും ആ നടപടികൾക്ക് ജൂലൈ 3, ജൂലൈ 4 വരെയുള്ള ഒരു കാലതാമസം ഉണ്ടാകും. കാരണം ഇനി വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളെങ്കിൽ കൂടിയും എന്താണ് ഇക്കാര്യത്തിൽ ഇനി ചെയ്യാനാകുക എന്നതാണ് എല്ലാവരും നോക്കുന്നത്. കാരണം ഇങ്ങനെ ഒരു വിട്ടുവീഴ്ചയുടെ സൂചനകൾ നൽകുമ്പോഴും അതിനോട് പ്രതികൂലമായിട്ട് പ്രതികരിക്കുകയാണെങ്കിൽ അടുത്തത് എന്ത് എന്നത് ചോദ്യം തന്നെ. അത് അതീവ ഗൗരവം തന്നെയാണ്. സഭയുടെ മുന്നോട്ട് പോക്കിനെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന ഒരു ചോദ്യവും ഉത്തരവും തന്നെയായിരിക്കും. എന്തോ ഓക്കെ, ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. എന്നാണെങ്കിലും ഏകീകൃത കുർബാന വിഷയത്തിൽ അത്രമാത്രം അനുകൂല നിലപാടല്ല അൽമായ മുന്നേറ്റ സമിതി സ്വീകരിക്കുന്നത്. ഈ ആഴ്ചയിൽ